السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പ്രാർത്ഥനാ സമ്മേളനങ്ങളും പരിപാടികളും ധാരാളമായി നടക്കുന്നുണ്ട്. നല്ലതും ഗുണകരമായതും ഉപകാരപ്രദമായതും അള്ളാഹും അവൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകുന്നത് നിയമപ്രകാരമാകുമ്പോഴാണ്. കുടുംബബന്ധം മുറിക്കുന്നത് ആകരുത്, തിന്മയാകരുത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഗസക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. ലോക രാജ്യങ്ങളും ലോക പണ്ഡിതന്മാരും സാധാരണക്കാരുമെല്ലാം വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സാധാരണ സന്ദർഭങ്ങളിലും സമ്മേളനങ്ങളിലും സദസ്സുകളിലും പ്രാർത്ഥനകൾ ഉണ്ടാകാറുണ്ട്. അതൊരു ചടങ്ങല്ല, അത് ഒരു രാഷ്ട്രീയ സംവിധാനമല്ല, അതൊരു സംഘടനാ പരിപാടിയുമല്ല, മറിച്ച് ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ദുആ ഇബാദത്താണ്. അപ്പോ ഇബാദത്ത് എങ്ങനെയാകണം അത് വ്യക്തമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആയിരക്കിന്റെ അസ്തജിബിലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അള്ളാഹുവിന്റെ കരാറാണ്. ഉദ്ഊ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ദുആയിരക്കണം. അഅറാഫ് 55-56 ആയത്തുകൾ. തളറുഅൻ വ ഖുഫിയത്തൻ, രഹസ്യമായും വിനയത്തോടെയും, ഖൗഫൻ വ തമഅൻ, ഭയത്തോടു കൂടിയും പ്രതീക്ഷയോടുകൂടിയും. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ആരോടും ദുആ ചെയ്യരുത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, പറയൂ ഞാൻ എൻ്റെ റബ്ബിനോടേ ദുആ ചെയ്യുകയുള്ളൂ. അപ്പൊ ഇതാണ് ദുആ. അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇരുന്നാൽ ശിർക്കാണ്. അപ്പോഴാണ് നമ്മുടെ ലോകത്ത് ഒരു ഉസ്താദ് പറയുന്നത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നതിന് ഞാൻ ഖുർആനിൽ നിന്ന് ധാരാളം ആയത്തുകൾ ഓതിയിരുന്നു. ഖുർആനിൽ നിന്ന് ഒരു ആയത്തും അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇരക്കാൻ അനുകൂലമായി കിട്ടുകയില്ല. മക്കത്തെ മുശ്രിക്കിന്റെ ദുആ സൂറത്തുൽ അൻഫാൽ 32-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അവിടെ വരെ അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്, അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, കുടുങ്ങിയാൽ അള്ളാഹുവോട് മാത്രം ഇസ്തിഗാസ ചെയ്തവരാണ് മക്കത്തെ മുശ്രിക്ക് വരെ. ശരി, അപ്പോ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഗസക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഉസ്താദ് പറഞ്ഞത്, ഇവിടെ ജാറമുണ്ട്, ആ ജാറത്തിന്റെ പുനരുദ്ധാരണം, അതിന്റെ വളർച്ച, അതിന്റെ പുരോഗതി, അതിനു വേണ്ടി ചെലവഴിക്കുന്ന പൈസയും എന്താണ്? വസീലയാണ്, അള്ളാഹുവിലേക്കുള്ള വസീലയാണ്. അതായത് റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ വസീലയായി, മുന്നോടിയായി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന സൽക്കർമ്മത്തെ സുഹൃത്തത്തെ സമസ്തം ചെയ്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തത്വത്തിനെതിരായി ഉപയോഗിക്കുകയാണ്. അള്ളാഹു സൂറത്തു മാഇദ 35-ാമത്തെ ആയത്തിൽ അരുളിയത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ച മനുഷ്യരെ, ഇത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. വബുത്തഗൂ ഇലൈഹിൽ വസീല,
അവങ്കലേക്ക് നിങ്ങൾ മാർഗം തേടണം, വസീല തേടണം. വജാഹിദു ഫീ സബീലിഹി, അവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാമെന്നാണ്. അപ്പോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്താൻ മാർഗം അന്വേഷിക്കണം. അപ്പൊ എന്താണ് ആ മാർഗം? സമസ്ത പറയുന്നത് അത് ഔലിയ ആണ്, തങ്ങന്മാരാണ്, ബീവിമാരാണ് എന്നാണ്. അള്ളാഹുവിന്റെ ഔലിയ ആയ 5 നേരം നിസ്കരിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, നോമ്പ് നിൽക്കുന്ന ആൾക്കാർ, അല്ലതിനെ ആമനു വക്കാനു യത്തഖൂൻ, ഈമാനുള്ള തഖ്വയുള്ള ആൾക്കാർ. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അള്ളാഹുവിന്റെ ഔലിയ അവർക്ക് ഭയപ്പെടേണ്ടതില്ല. അവർ എന്താ ചെയ്തിരുന്നത്? അള്ളാന്റെ ഔലിയ എന്താ ചെയ്തിരുന്നത്? സൂറത്ത് ഇസ്രാ 57-ാമത്തെ ആയത്തിൽ അള്ളാഹു വരുന്നുണ്ട്, ഉലൈകല്ലദീന യദ്ഊന, അള്ളാഹു അല്ലാത്ത ആരോടാണോ ആളുകൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കപ്പെടുന്ന മഹൽ വ്യക്തികൾ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ്, അവരിൽ ഏറ്റവും അള്ളാഹുവിനോട് അടുത്ത ആൾക്കാർ വരെ എന്താ ചെയ്തിരുന്നത്? റബ്ബിങ്കലേക്ക് അടുക്കാനുള്ള മാർഗം തേടുകയായിരുന്നു എന്നാണ്. അവരാണ് മാർഗം എന്നല്ല പറഞ്ഞത്, അവര് മാർഗം തേടുകയാണ്. വയർജൂന റഹ്മതഹു, റബ്ബിന്റെ കരുണ ആഗ്രഹിക്കുകയായിരുന്നു. വയഖാഫുന അസാബഹു, അവന്റെ ശിക്ഷയെ ഭയപ്പെടുകയായിരുന്നു. ഇന്ന അസാബ റബ്ബിക കാന മഹ്സൂറ, തീർച്ചയായും റബ്ബിന്റെ ശിക്ഷ സൂക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ്. അപ്പോ ഇതാണ് ഉണ്ടായിരുന്നത്. മക്ക വിജയം നടക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തത് കൈക്കോട്ടും പിക്കാസും ആയുധങ്ങളുമാണ്. അതെന്താ പരിപാടി? ആളെ കൊല്ലാനല്ല, രക്തരഹിതമായ വിപ്ലവമാണ് നടക്കുന്നത്. പിന്നെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഏൽപ്പിച്ച കാര്യം എന്താണ് എന്ന് ഇമാം അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. മുസ്ലിമിലെ 969-ാമത്തെ ഹദീസ്. അതെന്താണ്? ഒരൊറ്റ പ്രതിമയും തകർക്കാതെ വിടരുത്. വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സബൈതഹു, ഒരൊറ്റ കെട്ടിപ്പൊക്കിയ ഖബറും തട്ടി നിരപ്പാക്കാതെ വിടരുത്. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ കൽപ്പന. തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്നാണ്. കെട്ടിപ്പൊക്കണമെന്നല്ല. അപ്പോ അതിന് പകരം ഉസ്താദ് പറഞ്ഞത് അവിടെ ജാറുണ്ട്, അതിനു വേണ്ടി പൈസ ചെലവാക്കുക, അതൊക്കെ റസക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ മുന്നോടി ചെയ്യാവുന്ന സൽക്കർമ്മങ്ങളാണ് എന്നാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ ഭാഗത്താ നിന്നത്? അല്ലാഹു അക്ബർ. സഖീഫ് ഗോത്രം അന്ന് എന്താ ചെയ്തത്? സഖീഫ് ഗോത്രം പിടിച്ചു നിന്നു. അവിടെ ഉണ്ടായിരുന്ന ബിംബങ്ങളും മറ്റും ഒക്കെ തകർക്കാൻ സഹാബത്ത് വന്നപ്പോ അവര് കുറച്ചു കാലം കൂടി നീട്ടിക്കിട്ടാനൊക്കെ പരിശ്രമങ്ങൾ നടത്തി. അവർ കോട്ട സംരക്ഷിച്ചു നിന്നു. അപ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഹ്ദി സഖീഫ, അള്ളാഹുവേ സഖീഫ് ഗോത്രത്തിന് നീ ഹിദായത്ത് കൊടുക്കണേ. വഅതി ബിഹിം, അള്ളാഹുവേ നീ അവരെയും കൊണ്ടുവരണേ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ഖബറുകൾ തട്ടി നിരപ്പാക്കാനാണ്. അതിനാണ് പൈസ ചെലവാക്കിയത് സഹാബത്ത്, അതിനാണ് ആയുധങ്ങൾ ഉപയോഗിച്ചത്. അതിന് നേരെ എതിരായിട്ട് ഒരു കാര്യം ചെയ്താൽ റസക്കത് ഉപകാരപ്പെടുമോ? ആർക്കെങ്കിലും ഉപകാരപ്പെടുമോ? ഇല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാർത്ഥന എത്താൻ ഉള്ള മാർഗത്തിൽ ഏറ്റവും വലിയ മാർഗം തൗഹീദാണല്ലോ. കാരണം ശിർക്ക് ചെയ്തവരുടെ പ്രാർത്ഥന അതവിടെ എത്തൂല, അത് അവിടെ എത്തുകയില്ല. വെറുതെ കൈ നീട്ടിയാൽ
വെള്ളം കോരാവുന്ന വിധത്തിൽ വിരലുകൾ അടുപ്പിച്ച് കൈക്കുമ്പോൾ അടുപ്പിച്ച് കോരിയാലല്ലേ കിട്ടുകയുള്ളൂ. വെറുതെ കൈ ഉയർത്തിയ വെള്ളം കിട്ടുമോ? ഇല്ല. അപ്പൊ റബ്ബിന്റെ അടുക്കലേക്കുള്ള പ്രാർത്ഥന തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ്, രണ്ട് സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതും തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ വസീല എന്നത്, തവസ്സുൽ ചെയ്യുക എന്നത് അള്ളാഹു കൽപ്പിച്ച പുണ്യകർമ്മമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. മേറാജിന്റെ രാത്രിയിൽ നബിമാരെ കണ്ടിട്ടുണ്ട്, ഇല്ലേ? എന്നിട്ട് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് 10 കൊല്ലം ജീവിച്ചു. പ്രതിസന്ധികളിൽ അവരോട് ഇസ്തിഗാസ ചെയ്തോ? ഇല്ല. അവരെ തവസ്സുലാക്കിയോ? ഇല്ല, തവസ്സുലാക്കിയില്ല. എന്തേ ആക്കാഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അങ്ങനെ ഒരു വിവരം കൊടുത്തില്ല. കൊടുത്തില്ല. അവിടെ മേറാജിന്റെ രാത്രിയിൽ ഇവരെ കണ്ടു. അപ്പൊ ചോദിച്ചല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം, എന്ത്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, മുമ്പുള്ള നബിമാരോട് നീ ചോദിച്ചു നോക്കൂ എന്ന് ഖുർആനിൽ ആയത്തില്ലേ? നബിയെ നിങ്ങൾ ചോദിക്കുന്നില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ലസ്തു ബിശാക്കിൻ, എനിക്ക് സംശയമല്ല. അപ്പൊ എന്താ ചോദിക്കേണ്ട വിഷയം? അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ, അല്ലാഹു അല്ലാത്ത ആരെയെങ്കിലും ഇബാദത്ത് ചെയ്യാൻ റഹ്മാൻ ഏൽപ്പിച്ചിട്ടുണ്ടോന്നാണ്. റഹ്മാനായ റബ്ബെ ഏൽപ്പിച്ചിട്ടില്ല, ഏൽപ്പിക്കൂല. പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വെറുതെ ഒരു ചോദ്യം ചോദിക്കാം, ഏതായാലും കണ്ടതല്ലേ, ചോദിച്ചളയാം. നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, സംശയമൊന്നുമില്ല, എന്നാലും മൗലവിനെ കണ്ടാലോ സംശയം ചോദിക്കാം. ശരി, വേറെ മൗലവിനെ കണ്ടാലോ അവരോടും ചോദിക്കാം. അങ്ങനെയല്ല കേട്ടോ, സംശയം ചോദിക്കുന്നത് സീരിയസ് ആയ കാര്യമാണ്. ശരി, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോലും സംശയം ചോദിച്ചില്ല, അവരെ കണ്ടിട്ട് പോലും ചോദിച്ചില്ല. അതാണ് ഇസ്ലാം, അല്ലേ? അത് കഴിഞ്ഞ ശേഷം ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി. 177 യുദ്ധങ്ങളാണ് ഉണ്ടായത്. എത്രയെത്ര അപകടങ്ങളാണ്, എത്രയെത്ര മുനാഫിക്കുകളുടെ പ്രശ്നങ്ങളാണ്, എത്ര ഗോത്രങ്ങളുടെ എതിർപ്പുകളാണ്. കേട്ടോ, തവസ്സുൽ ചെയ്തോ? ഈ ഇബ്രാഹിം നബിയെ കൊണ്ടോ, ഇസ്മായിൽ നബിയെ കൊണ്ടോ, ഈസാ നബിയെ കൊണ്ടോ, മറിയ ബീവിയെ കൊണ്ടോ? ഇല്ല. എന്തേ? അമലുകൾ കൊണ്ട് തവസ്സുൽ ചെയ്തു. ഇനി ഒരു വ്യക്തമായ കാര്യം നമുക്ക് ഈ കൂട്ടത്തിൽ പറയാം. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ കിട്ടാത്തപ്പോ എന്താ ചെയ്തത്? നിങ്ങൾക്കറിയാം, ആളെ വിളിച്ചു കൂട്ടുന്നു, പല സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ മിമ്പറും വന്ന് പ്രാർത്ഥിക്കുന്നു, കൈ നല്ലോണം ഉയർത്തുന്നു, കയ്യിലെ കക്ഷത്തിലെ വെളുപ്പ് കാണുന്നു. അല്ലാഹുമ്മ അഗിസ്നാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅൻ ഗദഖ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളപ്പോ ആരായിരുന്നു ഇമാമ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് എന്തുണ്ടായി? ക്ഷാമുണ്ടായി. അപ്പോ ബുഖാരിയിലെ 1010 ഹദീസ്, 10 മറക്കണ്ട, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അന്ന ഉമറ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ഇദാ ഖഹതു, നാട്ടുകാർക്ക് ക്ഷാമുണ്ടായാൽ ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കും. എന്നുവെച്ചാൽ അദ്ദേഹത്തെ ഇമാമത്ത് നിർത്തിയിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇസ്തസ്ഖാ ബിൽ അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഇസ്തിസ്ഖ ചെയ്യിക്കും, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. ഫഖാല, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ പ്രഖ്യാപിക്കുകയാണ്, എന്താണ്? അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ, അല്ലാഹുവേ ഞങ്ങള് നിന്റെ നബിയെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചിരുന്നു. ഫതസ്ഖീന, നീ ഞങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തന്നിരുന്നു. ഇതിന്റെ ബാക്കി എന്താ? വ ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ, ഞങ്ങളെ നബിയുടെ
പിതൃവ്യനെ തവസ്സുലാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫസ്കിന റബ്ബേ, നീ ഞങ്ങൾക്ക് മഴ പെയ്യിക്കണേ. ആ ഇങ്ങനെയല്ലല്ലോ നമ്മൾ കേൾക്കുന്നത്. എന്താ നബിയാതാ അവിടെ ഖബറില്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഖബറില് നബിയെ മഴ തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണോ? അല്ല. നബിയെ കൊണ്ട് തവസ്സുലാക്കുകയാണോ? അല്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി. എന്നിട്ട് പിന്നെ എന്തിനാ അബ്ബാസിനെ കൊണ്ട് തവസ്സുലാക്കണത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിർത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫസ്കിന റബ്ബേ, ഞങ്ങൾക്ക് നീ മഴ പെയ്യിക്കണം. പച്ചയായിട്ട് മനസ്സിലാകുന്ന, ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മളെ ചങ്ങാതിമാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ ഈ വോയിസ് കേട്ടാ. ബുഖാരി 10:10 1010 നിങ്ങളങ്ങ് വിശദീകരിച്ചു കൊടുത്താൽ മതി. വ്യക്തമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് സഹാബത്തിനെ പഠിപ്പിച്ചത് എന്ന്. തവസ്സുലിന്റെ ഹദീസ് കേട്ടിട്ട് സമസ്തക്ക് മനസ്സിലായത് ജാറത്തുക്ക് പൈസ കൊടുക്കാനാണ്, ജാറുണ്ടാക്കാൻ, പുനരുദ്ധരിക്കാനാണ്, അല്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്, അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ചെയ്തത് ജാറം തകർക്കുകയാണ്. ജമാഅത്തുകാർ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്ന ജാറം തകർക്കൊന്നുമില്ല. നിനക്ക് ശരിയാൻ തോന്നുന്നു നീ ചെയ്യാ, മറ്റവർക്ക് ശരിയാൻ തോന്നുന്നു അവര് ചെയ്യാ. എല്ലാവരും അള്ളാഹുവിന്റെ കെലിമത്ത് ഉന്നതമാകാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നാണ്. അള്ളാഹിന്റെ കെലിമത്ത് ഉന്നതമാകാൻ വേണ്ടി പ്രവർത്തിച്ചത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ്? എന്ന ആയത്തോതിയിട്ട് സത്യം വന്നു, അസത്യം തകർന്നു, അസത്യം തകരും എന്ന ആയത്തോതിയിട്ട് ഇബ്രാഹിം നബിയുടെ ബിംബത്തിന്റെ തലമണ്ട കടിച്ച് തകർക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? ഈ ആശയം ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോ തവസ്സുൽ ചെയ്യാനുള്ള ആയത്തുകളും ഹദീസുകളും കേട്ടിട്ട് സമസ്ത മുസ്ലിംകൾക്ക് തോന്നിയത് ജാറത്തിൽ പൈസ ഇടാനും ജാറുണ്ടാക്കാനുമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നേരെ എതിരാണ്. ഇവിടെ തവസ്സുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇമാമത്ത് നിർത്തി അല്ലാഹുമ്മ അഗിസ്നാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅൻ തുടങ്ങിയ പ്രാർത്ഥന നിർവഹിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം മരണപ്പെട്ടു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുൽ ചെയ്യുകയല്ല, മറിച്ച് വളരെ ഗൗരവതരമായ കാര്യമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞങ്ങൾ നബിയെ കൊണ്ട് തവസ്സുലാക്കിയിരുന്നു, ഇപ്പൊ ഞങ്ങൾ അബ്ബാസിനെ കൊണ്ട് തവസ്സുലാക്കുന്നു. അപ്പൊ എന്താ നബിയെ കൊണ്ടാക്കാത്തത്? മരിച്ചുപോയി. പിന്നെ അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്ന് പ്രാർത്ഥിച്ചത്? ബുഖാരി 10:14 അല്ലാഹുമ്മ അഗിസ്നാ, ആ പ്രാർത്ഥനയാണ് കേട്ടാ. അതേ ആ പ്രാർത്ഥന അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിൽ മാറ്റമില്ല. രണ്ടും റബ്ബിനോട് തന്നെയാണ്. ഒന്ന് നബിയാണ്, രണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇപ്പൊ എന്താ മാറിയത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, നബിക്ക് ഇമാമത്ത് വെക്കുന്ന പരിപാടി ഇല്ല. നബി ഇമാമത്ത് നിൽക്കൂല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലുള്ളത്, വഫാത്തായി അല്ലേ? അപ്പോ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, നബിയെ നിങ്ങളെ കാലശേഷം അവർ ചെയ്ത ബിദ്അത്ത് എന്താണെന്ന് നീ അറിയില്ല എന്ന് അള്ളാഹു പറയുന്നില്ലേ? അന്ത്യനാളിൽ ഉണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക. അപ്പൊ ഏതായാലും റസക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതിന് മുന്നോടിയായി സുന്നത്ത് നോമ്പുകളോ സുന്നത്ത് നിസ്കാരങ്ങളോ ആരാധനകളോ അനുഷ്ഠാനങ്ങളോ അത്തരം കാര്യങ്ങൾ അതെല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽപ്പെട്ടതാണ്. പക്ഷെ അതൊരു ചടങ്ങോ അല്ലെങ്കിൽ സംഘടന വളർത്താനുള്ള പരിപാടിയോ മറ്റൊന്നുമല്ല. അത് ഇബാദത്താണ്. ഇബാദത്ത് നമ്മൾ ചെയ്യുക, റസക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, തൗഹീദ് കിട്ടി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം മരിക്കേണ്ടത് എല്ലാവരും മരിക്കും, കൊല്ലപ്പെടേണ്ടത് എല്ലാവരും കൊല്ലപ്പെടും. അത് അമേരിക്കയുടെ കയ്യിലായാലും ഇസ്രായേലിന്റെ കയ്യിലായാലും ഇന്ത്യയുടെ ഭരണാധികാരികളുടെ കയ്യാലായാലും ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ കയ്യാലായാലും സ്വന്തം മക്കളെ കയ്യാലായാലും ചിലപ്പോൾ മരിച്ചു വരും. അള്ളാഹു കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ തൗഹീദ് ഇല്ലെങ്കിൽ ആ മരണം കൊണ്ട് കാര്യമില്ല, അത് വെറും മരണമാണ്.
തൗഹീദ് ഉണ്ടെങ്കിലോ മറ്റൊരാൾ നമ്മളെ കൊല്ലുമ്പോൾ അത് സമ്പത്തിന് വേണ്ടിയായാലും ചാരിത്യം സംരക്ഷിക്കാൻ വേണ്ടിയായാലും അങ്ങനെയുള്ള മരണങ്ങളായാലും അതൊക്കെ ഷഹീദിന്റെ കൂലിയാണ്. ആ ഷഹീദിന്റെ കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? റബ്ബിലുള്ള വിശ്വാസം വേണം, ശിർക്ക് ഉണ്ടാകരുത്, നിസ്കാരം ഉണ്ടാകണം, ആരാധനകൾ ഉണ്ടാകണം. അപ്പോൾ അല്പം സമയം അധികമെടുത്തു, ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഏതായാലും ഈ മെസ്സേജ് ലോകത്തുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും മലയാളം അറിയുന്ന എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. ഈ ആയത്തുകളും ഹദീസുകളും എല്ലാം നിങ്ങൾ റെഫർ ചെയ്ത് നിങ്ങളൊരു മാറ്റർ തയ്യാറാക്കി അയച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ കേട്ട് മനസ്സിലാക്കിയ കാര്യത്തിൽ ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണേ. ഗസയിലും ലോകത്തെവിടെയും ഉള്ള സത്യവിശ്വാസികൾക്ക് നീ രക്ഷ നൽകണേ. അവർക്ക് ആത്മസംയമനം നൽകണേ റബ്ബേ. അവർക്ക് ജീവന്റെ രക്ഷ നൽകണേ. അവർക്ക് ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് റബ്ബേ നീ ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. അവർക്കെതിരായുള്ള എല്ലാ ഉപരോധവും അല്ലാഹുവേ നീക്കുമാറാകണം. അവർക്ക് പടച്ചവനെ നിന്റെ കരുണയും രക്ഷയും നൽകുമാറാകണം. അവരിൽ മരണപ്പെട്ടവർക്ക് അല്ലാഹുവേ സ്വർഗം നൽകി അനുഗ്രഹിക്കണം. പരിക്കേറ്റ് കിടക്കുന്ന 10,000-കണക്കിന് ആളുകൾക്ക് അല്ലാഹുവേ ശിഫ നൽകുമാറാകണം. അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് എല്ലാ വിധത്തിലും സൗകര്യങ്ങൾ നൽകുമാറാകണേ. ഭരണാധികാരികൾക്ക് അല്ലാഹുവേ കരുണയുടെയും ദയയുടെയും വാത്സല്യത്തിൻ്റെയും വികാരങ്ങൾ നീ ഉണ്ടാക്കി വിടണേ. ശത്രുക്കളെ അല്ലാഹുവേ മിത്രങ്ങളാക്കി മാറ്റണേ. ശത്രുക്കളെ അല്ലാഹുവേ ഗസയിലെ ആളുകളെ സഹായിക്കുന്ന മിത്രങ്ങളുടെ കൈകളാക്കി നീ മാറ്റണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. السلام عليكم ورحمة الله وبركاته.